നമ്മുടെ ആരോഗ്യ മേഖലയുടെ അദൃശ്യമായ ശക്തി കേന്ദ്രങ്ങളാണ് ആശാവർക്കർമാർ. ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും സാധാരണ ജനങ്ങൾക്കും ആരോഗ്യ സംവിധാനങ്ങൾക്കുമിടയിലെ പാലമായി വർത്തിക്കുന്ന ഈ വനിതകൾ കോവിഡ് കാലത്തും അല്ലാതെയുമുള്ള ദുരിതഘട്ടങ്ങളിൽ നിസ്തുലമായ സേവനമാണ് നൽകിയത്. എന്നാൽ അവരുടെ സേവനത്തിന് അർഹമായ വേതനം ലഭിക്കുന്നില്ല എന്നതായിരുന്നു കഴിഞ്ഞ ഒരു വർഷത്തോളമായി കേരളം ചർച്ച ചെയ്ത പ്രധാന വിഷയം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ 266 ദിവസം നീണ്ട രാപ്പകൽ സമരത്തിലൂടെ അവർ നടത്തിയ ഐതിഹാസിക പോരാട്ടവും അതിനെ തുടർന്നുണ്ടായ സർക്കാർ പ്രഖ്യാപനവും ഇന്ത്യൻ തൊഴിലാളി സമര ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായമാണ്. തങ്ങളുടെ ജീവിതാവശ്യങ്ങൾ ഉന്നയിച്ച ആശാവർക്കർമാർ തെരുവിലിറങ്ങി മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് കേരള സർക്കാർ അവരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത്. നിലവിലുണ്ടായിരുന്ന ഓണറേറിയത്തിൽ 1000 രൂപയുടെ വർധനവ് വരുത്തി. അതോടൊപ്പം പുതിയ ഓണറേറിയമായി 8000 രൂപ നവംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്നു. സംസ്ഥാനത്തെ 26,125 ആശാവർക്കർമാർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്ന് പറയുന്നു. ഈ വർധനവ് വഴി സംസ്ഥാന സർക്കാരിന് പ്രതിവർഷം 250 കോടി രൂപയുടെ അധിക ചെലവ് വരും. ഇതുവരെയുള്ള കുടിശ്ശിക മുഴുവൻ നൽകുമെന്നും മുഖ്യമന്ത്രി ഇതിനോടകം പ്രഖ്യാപിച്ചിരുന്നു. ഈ വർധനവ് പ്രഖ്യാപനം തങ്ങളുടെ ദീർഘകാല സമരത്തിന്റെ നേട്ടമായി ആശാവർക്കർമാർ വിലയിരുത്തുന്നുണ്ട്. എന്നാൽ അവരുടെ പ്രധാന ആവശ്യം ഓണറേറിയം 21,000 രൂപയായി വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു. 1000 രൂപയുടെ വർധനവ് തുച്ഛമാണെന്നും തങ്ങളുടെ ജീവിത ചെലവുകൾക്ക് ഈ തുക ഒട്ടും തികയില്ലെന്നും അവർ അഭിപ്രായപ്പെടുന്നു. എങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ ഒരു നീക്കം ഉണ്ടായി എന്നത് സമരത്തിന്റെ വിജയമായി അവർ കണക്കാക്കുന്നുണ്ട്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തിയ സമരം കേരളം കണ്ട വനിതാ മുന്നേറ്റങ്ങളിൽ ഏറെ ശ്രദ്ധേയമാണ്. മഴയും വെയിലും മഞ്ഞും വകവയ്ക്കാതെ തങ്ങളുടെ ജീവിതം തെരുവിലേക്ക് പറിച്ചു നട്ട് നടത്തിയ ഈ രാപ്പകൽ സമരത്തിന് പിന്നിൽ ശക്തമായ ഇച്ഛാശക്തി ഉണ്ടായിരുന്നു. 266 ദിവസമായിരുന്നു സമരത്തിന്റെ ദൈർഘ്യം. അതോടൊപ്പം സാധാരണ പ്രതിഷേധങ്ങൾക്കപ്പുറം സമരത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കാൻ അവർ തലമുടി മുറിക്കൽ ഉൾപ്പെടെയുള്ള കടുത്ത സമരമുറകൾ അവലംബിക്കുകയും ചെയ്തു. പോലീസ് നടപടികളും പലപ്പോഴായി ഉണ്ടായ അധിക്ഷേപങ്ങളും അവർക്ക് നേരിടേണ്ടിയും വന്നു. പ്രതിപക്ഷ നേതാക്കളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സമരപ്പന്തലിലെത്തി പിന്തുണ പ്രഖ്യാപിച്ചത് സമരത്തിന് രാഷ്ട്രീയ മാനവും നൽകി. സർക്കാർ പ്രഖ്യാപനം വന്നതിന് പിന്നാലെ സമരത്തിന്റെ രീതി മാറ്റാൻ അവർ തീരുമാനിച്ചു. രമേശ് ചെന്നിത്തല, കെ രമ, രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്ത പ്രതിജ്ഞാ റാലിയോടെയാണ് രാപ്പകൽ സമരത്തിന് താൽക്കാലിക വിരാമമായത്. സമരത്തിന്റെ വിജയം ആഘോഷിച്ചുകൊണ്ട് ആശാവർക്കർമാർ സമരപ്പന്തലിൽ പായസം വെച്ച് പിരിഞ്ഞു. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള ഈ പ്രഖ്യാപനം തങ്ങളുടെ സമരത്തിന്റെ സമ്മർദ്ദം സർക്കാരിന് മേൽ ചെലുത്താൻ കഴിഞ്ഞതിന്റെ സൂചനയായി ആശാവർക്കർമാർ കാണുന്നുണ്ട്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം അവസാനിപ്പിച്ചെങ്കിലും ആശാവർക്കർമാരുടെ പോരാട്ടം അവസാനിച്ചിട്ടില്ല. തങ്ങളുടെ പ്രധാന ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ പ്രാദേശിക തലങ്ങളിൽ സമരം തുടരാനാണ് അവരുടെ തീരുമാനം. പ്രതിമാസം ഓണറേറിയം 21,000 രൂപയായി ഉയർത്തുക, അതോടൊപ്പം വിരമിക്കുമ്പോൾ 5 ലക്ഷം രൂപ അനുവദിക്കുക. ഈ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ ജില്ലാ തലങ്ങളിലും പ്രാദേശിക തലങ്ങളിലും പോരാട്ടം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആശാവർക്കർമാർ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല, സമരത്തിന്റെ വാർഷിക ദിനമായ 2026 ഫെബ്രുവരി 10-ന് തിരുവനന്തപുരത്ത് മഹാപ്രതിഷേധ സംഗമം സംഘടിപ്പിക്കാനും അവർ തീരുമാനിച്ചിട്ടുണ്ട്. ഈ സമരം ഒരു സാധാരണ തൊഴിലാളി പ്രക്ഷോഭത്തിനപ്പുറം കേരളത്തിലെ അടിസ്ഥാന വിഭാഗത്തോടുള്ള സമീപനത്തെയും അവകാശ പോരാട്ടങ്ങളോടുള്ള ഇരട്ടത്താപ്പിനെയും ചോദ്യം ചെയ്യുന്ന ഒന്നായി മാറി. ആരോഗ്യ മേഖലയിൽ പ്രത്യേകിച്ചും പകർച്ചവ്യാധി സമയങ്ങളിൽ സ്വന്തം ജീവൻ പണയം വെച്ച് ജോലി ചെയ്യുന്ന ഈ സ്ത്രീ തൊഴിലാളികൾക്ക് മാന്യമായ വേതനം നൽകാത്തതിലെ സാമൂഹിക നീതിയുടെ പ്രശ്നം സമരം ഉയർത്തിക്കാട്ടി. 1000 രൂപയുടെ വർധനവ് പോലും ലഭിക്കാൻ മാസങ്ങളോളം തെരുവിൽ സമരം ചെയ്യേണ്ടി വന്നു എന്നത് ഈ തൊഴിലാളി വർഗത്തോടുള്ള സർക്കാരിന്റെ സമീപനത്തെയാണ് തുറന്നു കാട്ടുന്നത്. അടിസ്ഥാന വിഭാഗത്തോടുള്ള സമീപനവും അവകാശ പോരാട്ടങ്ങളോടുള്ള ഇരട്ടത്താപ്പും ചോദ്യം ചെയ്തുകൂടിയാണ് ആശമാർ തൽക്കാലം പിൻവാങ്ങുന്നത് എന്ന അവരുടെ പ്രസ്താവന അവരുടെ പിന്മാറ്റം തന്ത്രപരവും രാഷ്ട്രീയപരവുമാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഓണറേറിയം വർധനവ് എന്നത് ആശാവർക്കർമാർക്ക് ഒരു താൽക്കാലിക ആശ്വാസം നൽകിയേക്കാം. എന്നാൽ കേരളത്തിന്റെ ആരോഗ്യ രംഗത്ത് ഒഴിച്ചുകൂടാനാവാത്ത ഈ തൊഴിലാളികളുടെ അടിസ്ഥാന ആവശ്യങ്ങളായ മിനിമം വേതനം, മാന്യമായ വിരമിക്കൽ ആനുകൂല്യം എന്നിവ നേടിയെടുക്കുന്നതുവരെ അവരുടെ പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് ഈ സംഭവ വികാസങ്ങൾ നൽകുന്ന സൂചന. സെക്രട്ടേറിയറ്റ് പടിക്കൽ നിന്നും ജില്ലകളിലേക്ക് മാറിയ ഈ സമരം കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ഒരു രാഷ്ട്രീയ വിഷയമായി നിലനിൽക്കുമെന്നതിൽ സംശയമില്ല.